തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ വൈഷ്ണവ് സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായിരുന്നു. ആ വാർഡിൽ മത്സരിക്കാനായിട്ട് അവർ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പം അതിന് തടസ്സം നേരിട്ടു. ആ വാർഡിലെ ഇവരൊരു മെമ്പറല്ല എന്നാണ് ലോക്കൽ സെക്രട്ടറി പരാതി കൊടുത്തത്. CPM ലോക്കൽ സെക്രട്ടറി കൊടുത്ത പരാതി അടിസ്ഥാനത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. ആ വാർഡിലെ അവർ വോട്ടറല്ല. അവരുടെ സ്ഥാനാർത്ഥിത്വം അതുകൊണ്ട് അനിശ്ചിതത്വത്തിലായിരുന്നു. അവർ പ്രചരണം തുടങ്ങിയിരുന്നു. തൻ്റെ പേര് ആ വാർഡിൽ തന്നെ ഉണ്ടെന്നും അതുകൊണ്ട് അത് ബ്രാഞ്ച് സെക്രട്ടറി കാണിച്ചത് ശരിയായില്ല എന്നും അവർ പരാതി കൊടുത്തു. നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി അത് പരിശോധിച്ച് അത് കളക്ടർക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തു. ഇവരുടെ വൈഷ്ണവി സുരേഷ് പറയുന്നത് തൻ്റെ പാസ്പോർട്ട് ഈ അഡ്രസ്സിലാണ്. താൻ 3-ാം വാർഡിലാണെങ്കിൽ ആ വാർഡ് ഇപ്പോൾ 27 ആയിട്ട് മാറി, വാർഡ് നമ്പർ മാറി. അത് തൻ്റെ കുറ്റമല്ല. തനിക്ക് തൻ്റെ വീടും അവിടെ തന്നെയാണ്, അവിടുന്ന് താമസം മാറിയിട്ടില്ല, തൻ്റെ പാസ്പോർട്ട് അവിടെ തന്നെയാണ്. അതൊരു ടെക്നിക്കൽ ഇതായിട്ട് അതിനകത്ത് ഒരു ചെറിയ എറർ മാത്രം കാണിച്ച് അത് CPM ബ്രാഞ്ച് സെക്രട്ടറി ഒരു പരാതി തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷനിൽ കൊടുത്തു. അതുകൊണ്ട് അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അവരുടെ പേര് വെട്ടി. ഇതിനെതിരായിട്ടാണ് വൈഷ്ണവി സുരേഷ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി കൃത്യമായിട്ട് അത് പരിശോധിച്ചു. 24 വയസ്സുള്ള ചെറുപ്പക്കാരെ അവരെ തീർച്ചയായിട്ടും ഇലക്ഷനിൽ വോട്ട് ചെയ്യിക്കണം, അല്ലെങ്കിൽ അവർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് പരിഗണിക്കണം എന്ന് നിർബന്ധമായിരുന്നു ഹൈക്കോടതിക്ക്. കാരണം ഹൈക്കോടതി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. ആ വാർഡ് ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ വാർഡുകൾ പലപ്പോഴും വാർഡ് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമേ അതിൻ്റെ അകത്തുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഒരു തീരുമാനമെടുക്കണമെന്നും അത് 20-ാം തീയതിക്ക് മുമ്പ് എടുക്കണമെന്നും പറഞ്ഞിരുന്നു. ഏതായാലും വൈഷ്ണവിയുടെ പരാതി ജെന്യുവിനാണെന്ന് കളക്ടർക്ക് തോന്നിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അവരുടെ സ്ഥാനാർത്ഥിത്വം, അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടെന്ന് കരട് വിജ്ഞാപനം ഇറക്കി. അതോടുകൂടി അവർ പ്രചരണത്തിൽ അവിടെ സജീവമായി. വൈഷ്ണവി സുരേഷ് അതുപോലെ തന്നെ CPM ബ്രാഞ്ച് സെക്രട്ടറിയും കളക്ട്രേറ്റിലെ 2 പേരുടെയും പരാതികൾ കളക്ടർ കേൾക്കണമെന്നും അത് ഒരു ഹിയറിംഗ് നടത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ആരാണ് ഇതിൻ്റെ ഇടയ്ക്ക് ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ അത് കക്ഷി ചേരാനായിട്ട് ശ്രമിച്ചു. കോർപ്പറേഷൻ ഇതിനകത്ത് എന്താണ് കാരണം എന്താണ് കാര്യം എന്ന് ഹൈക്കോടതി ചോദിച്ചു. അതൊരു ദുരുദ്ദേശപരമായ കക്ഷി ചേരലിൻ്റെ ശ്രമമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം തെരഞ്ഞെടുപ്പുമായിട്ട് കോർപ്പറേഷന് ബന്ധമൊന്നുമില്ല. കരട് പട്ടികയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അതിൽ വോട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കളക്ടറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെയാണ്. അതുകൊണ്ട് കോർപ്പറേഷന് ഇതിനകത്തൊരു കക്ഷിയല്ലാത്തയാൾക്ക് എന്താണ് കാര്യമെന്ന് ഹൈക്കോടതി ഓപ്പണായിട്ട് ചോദിച്ചു. എന്തായാലും ഇപ്പം വൈഷ്ണവി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായി, നിയമപരമായിട്ട് താനൊരു തെറ്റും ചെയ്തിട്ടില്ല, തൻ്റെ വീട് അവിടെ തന്നെ, താൻ അവിടെ തന്നെ താമസിക്കുന്നു, ടെക്നിക്കലായിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് സ്ഥാനാർത്ഥി ആയിട്ട് മുട്ടട വാർഡിൽ അപേക്ഷ നിശ്ചയിച്ച് പ്രചരണം തുടങ്ങിയിരുന്നു അവർ നേരത്തെ. ആ പ്രചരണത്തിന് ഇപ്പം ആക്കം കൂട്ടി. കരട് വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് ഇനി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയത്ത് VM വിനു എന്ന സംവിധായകനെ കോഴിക്കോട്ട് അദ്ദേഹത്തിന് എതിരെ ഒരു തീരുമാനമാണ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം അവിടുത്തെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ആണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. തൻ്റെ പേര് വോട്ടർ പട്ടികയിലേ ഇല്ല എന്നാണ് ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി അത് വിമർശിച്ചു. കാരണം ഒരു സ്ഥാനാർത്ഥിയായിട്ട്, പ്രത്യേകിച്ച് ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ എത്രയോ നേരം മുമ്പേ ആ കരട് പട്ടികയിൽ തൻ്റെ പേരുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അദ്ദേഹത്തിൻ്റെ പേര് എങ്ങുമില്ല. അവിടുത്തെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലുമില്ല.
അതിൻ്റെ നേരത്തെ താമസ സ്ഥലത്തുമില്ല, കേരളത്തിൽ എങ്ങുമില്ല. അപ്പോൾ അത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു. അതൊക്കെ പരിശോധിച്ചിട്ടല്ലേ ഒരാൾ നോമിനേഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ചെയർമാൻ സ്ഥാനത്തേക്ക് അയാൾ പാർട്ടി നിയോഗിച്ചെങ്കിലും അതെല്ലാം ഇതിന് മുമ്പ് ഇതെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണ്ടേ എന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. അത് ഏതായാലും 100% ശരിയാണ്. അതേസമയത്ത് കേരളത്തിൽ എങ്ങും വോട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉടനെ തന്നെ ആ അഡ്രസ്സിൽ അപേക്ഷ കൊടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറാൻ സാധിക്കും. കാരണം അദ്ദേഹം പറയണത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാൻ വോട്ട് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഇല്ല? അപ്പോൾ അതുകൊണ്ട് അതൊരു ടെക്നിക്കലായിട്ടുള്ള പ്രശ്നമാണ്, എന്താണെന്നറിയില്ല. അതിന് സമയമുണ്ട്. അദ്ദേഹത്തിന് കരട് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേരില്ലെങ്കിൽ ഇപ്പോൾ അപേക്ഷ കൊടുത്ത് പേര് ചേർക്കുന്നത് ഉചിതമായിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അതിന് സമയം, ഈ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് പട്ടികയിൽ പേര് കൊടുക്കേണ്ട സമയം കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അത് എത്ര ലേറ്റ് ആയാലും ശരി, ആ കരട് പട്ടികയിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പുതിയ അപേക്ഷ കൊടുത്ത് ഉൾപ്പെടുത്തണം. കാരണം നേരത്തെ താൻ വോട്ട് ചെയ്തുകൊണ്ടേയിരുന്നു, കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടായിരിക്കുന്നതെന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെ ചെയ്തു? അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് പേരുണ്ടാവണമല്ലോ. അങ്ങനെയാണ് അദ്ദേഹത്തിന് അത് കറക്റ്റ് ചെയ്യാം. എന്തായാലും വൈഷ്ണവിയുടെ കാര്യത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്തി. അവരവിടുത്തെ UDF സ്ഥാനാർത്ഥിയായി പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുന്നു.